ജിഷൻ നമ്മുടെ അനുമോളോട് നൈസായിട്ട് വിളിച്ച് പറയാണ്, നീ ആ പി ആറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളില്ലേ, അത് കഴിഞ്ഞ ദിവസം ആദില അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു. ആദില പുറത്ത് പോകുന്ന സമയത്ത് അനുമോൾ പി ആറിൻ്റെ നമ്പർ എഴുതി കൊടുത്തു അക്ബറിനെ അടിച്ചിടാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ആദില അത് ചെന്ന് അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു, അനുമോൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു റീസൺ വെച്ചിട്ടാണ് ആദില എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു കരച്ചിലും വിഷമമൊക്കെ ആയല്ലോ, അനുമോളുടെ പി ആർ കാരണം ജീവിതം തകരുന്നു എന്നൊക്കെ. അപ്പം ആ ഒരു പ്രശ്നം കൊണ്ടാണ് ആദില ഇപ്പം നിന്നെ എടുത്തിട്ടത്, പി ആറിൻ്റെ പേരിലുള്ള കൊമ്പു കോർക്കലായിരുന്നു എന്ന്. എന്നിട്ട് ജിഷൻ അത് പറയാതെ പറയാണ്. പക്ഷേ ജിഷൻ അത് പറയാൻ പറ്റത്തില്ല. ജിഷൻ പറയാണ്, അപ്പുറത്ത് നടക്കുന്ന കാര്യം ഞാൻ ഇപ്പുറത്ത് വന്നു എന്ന് ഇല്ലാക്കാതെ അങ്ങനത്തെ ഒക്കെ രീതിയിൽ ഞാൻ വരും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അനുമോൾക്കത് മനസ്സിലായോ ഇല്ലയോ എന്നറിയത്തില്ല. അനുമോൾക്കത് മനസ്സിലായ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അനുമോൾ അത് എടുത്തിട്ടില്ല. അനുമോൾ ചെന്നിട്ട് ജിഷൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയിട്ട് മാറി പറയാണ്, ചേട്ടാ എനിക്ക് ഇല്ലാത്ത കഥ ഇവർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആരെയും പേടിയില്ല. ഇങ്ങനെയൊക്കെ ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് പേടി കാണും, പക്ഷേ എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഏറ്റു പറയും. അക്ബറിൻ്റെ അടുത്ത് ഞാൻ സോറി പറഞ്ഞില്ലേ അന്നൊരു പ്രശ്നം നടന്നപ്പോൾ, ഞാൻ അത് മനസ്സറിഞ്ഞ് പറഞ്ഞതാണ്. അതേപോലെ രേണു ചേച്ചിയോട് ഞാൻ പറഞ്ഞു തലയിൽ പേനിരിക്കുന്ന കാര്യം, അതും ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞതാണ്. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ രേണു ചേച്ചിയോട് അത് പറയണം എന്നുണ്ടായിരുന്നു. അതെനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് പറയാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് വട്ടം ആതിരയുടെ മിസ്റ്റേക്സ്, കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ ഞാൻ ഒരു അനിയത്തിയെപ്പോലെ വിളിച്ചിരുത്തി ഞാൻ അവൾക്ക് മൈക്ക് മാറ്റിയിട്ട് രാത്രി കിടക്കാൻ നേരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവൾ അക്സെപ്റ്റ് ചെയ്ത് അവൾക്കത് ബോധ്യപ്പെട്ട കാര്യമാണ്. അതൊക്കെ അവളെ തലകുലുക്കി സമ്മതിച്ചിട്ട് ഇവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം, ഒരു ടാസ്ക് നടന്ന സമയത്ത് അവൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് അതെല്ലാം മാറ്റി പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ അങ്ങനെ പറയുമെന്ന്. ഞാൻ അവളെ ഒരു കുഞ്ഞനിയത്തിയെപ്പോലെ കണ്ടത്. എനിക്കിപ്പോഴും അവളുടെ അടുത്ത് സ്നേഹമേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് സങ്കടം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാൻ കരയത്തില്ല. 25 പേര് ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ മുൻപിൽ ഞാൻ കരയത്തില്ല. ഞാൻ തോറ്റു പോകത്തില്ല. ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് കാണാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിൽ അനുമോൾ തറപ്പിച്ച് പറയുകയാണ്. പക്ഷേ പി ആറിൻ്റെ കാര്യം ജിഷൻ കുറച്ചുകൂടെ ക്ലാരിറ്റി കൊടുത്തിരുന്നെങ്കിൽ, എനിക്കറിയത്തില്ല അനുമോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് അനുമോളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കേണ്ടിയിരിക്കുന്നു. ആരും ഇതുവരെ അനുമോളോട് ഓപ്പണായിട്ട് ചോദിച്ചിട്ടുമില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് നടക്കുന്ന സംഭവങ്ങൾ. അത് അനുമോൾക്ക് മനസ്സിലായതാണോ, ജിഷൻ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. എപ്പോഴെങ്കിലും ഇത് അനുമോൾ അറിയോ ഇല്ലെന്ന് നോക്കാം.